ഏതായാലും പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഏതായാലും റൂമിൽ വെറുതെ ഇരുന്നപ്പോൾ ബീച്ച് വരെ പോയാലോ എന്ന്. അങ്ങനെ ഏതായാലും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിട്ടോ. പോകുന്ന വഴിക്ക് സൂക്കിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. ഏതായാലും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നേരെ ഷോർട്ട് കട്ട് ചാടി നേരെ ബീച്ചിലോട്ട് വിട്ടിട്ടോ. ബീച്ചിലെത്തുന്നതിന് മുമ്പ് ഒരാളെയും കൂടി കിട്ടിട്ടോ വൈക്കന്ന്. ബീച്ചിലോട്ട് വന്നപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടിട്ടോ, അടിപൊളി കാഴ്ച. ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. ബീച്ചിൽ മൊത്തം കോട മൂടി നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. ഏതായാലും ബീച്ചിലൊക്കെ കുറച്ചു നേരം നോക്കിന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് നല്ല മാറ്റി പിടിച്ചിട്ടോ. എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്തായ സഹീർ ഭായി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരനെ കൂട്ടി ഏതായാലും ഒരു ചായ മേടിച്ചു തരാന്ന് പറഞ്ഞ് കൂടെ കൂട്ടിട്ടോ നേരെ അൽക്കുതിലോട്ടോ വിട്ട്. പോകുന്ന വഴിക്ക് നല്ലൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല അഡ്വഞ്ചറൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഈ പാർക്കിൽ. വരുവാങ്കൊക്കെ കൊടുത്തിട്ടോ. പോകുന്ന വഴിക്ക് ഇരുട്ടായി തുടങ്ങിയതല്ല. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നല്ലൊരു നഴ്സറി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവിധ ചെടികളൊക്കെ ഇവിടുന്ന് എല്ലാവരും മേടിക്കൽ കേട്ടോ. നല്ലൊരു ഭംഗിയാട്ടോ അവിടെ. അവിടുന്ന് നേരെ അൽക്കൂത് പിടിച്ചിട്ടോ. അൽക്കൂത് നേരെ അൽമഹ പമ്പ് കയറി. അവിടെ ഏതായാലും ടീ ടവർ എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ അടിപൊളി ചായ എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ചായപ്പീടിയെ വിട്ടോ. ചായപ്പീടിയെ വിട്ടോ ഷവർമ മെഷീനിൽ നല്ല ചിക്കൻ കണ്ട്. അപ്പോൾ ഏതായാലും 2 ഷവർമയും മേടിച്ച് ഒന്ന് സജീർ ഭായിക്കും കൊടുത്ത് നല്ല അടിപൊളി സഫ്രോൻ ചായയും കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് നേരെ സീവിലോട്ട് വിട്ടിട്ടോ. സീവിലെത്തിയപ്പോൾ സജീർ ഭായി ഇറങ്ങി അവിടെ ഇറങ്ങി. സജീർ ഭായിനെ അവിടെ ഇറക്കി ഞാൻ നേരെ റൂമിലോട്ട് വിട്ടിട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.